മീഷോ ഹോൾ. യെസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കഴിഞ്ഞ മീഷോ ഹോളിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പാർട്ട് 2 ഉണ്ടാവുന്നുള്ളത്. അപ്പൊ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് മീഷോന്ന് കുർത്ത സെറ്റ് തന്നെയാണ്. 4 കുർത്ത സെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ 4 ചെയ്തു, ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ 4 കുർത്ത സെറ്റ് ആണ്. ഇപ്പൊ സമ്മർ സീസൺ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ചൂട് അധികം ഫീൽ ചെയ്യാത്ത തരത്തിലുള്ള ഫാബ്രിക്കിലുള്ള ഡ്രസ്സുകളായിരിക്കും ഇടാൻ താല്പര്യപ്പെടുക, അല്ലെ? അപ്പൊ അതിലൊന്നാണ് നമ്മുടെ കുർത്ത സെറ്റ് എന്ന് പറയുന്നത്. കുറച്ച് ലൂസ് ആയിട്ട് കിടക്കുന്ന കുർത്ത സെറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാം ഒരു കോട്ടൺ അല്ലെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്ത സെറ്റ് ആട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഇത് വൈറൽ ആയിട്ടുള്ള കുർത്ത സെറ്റ് ഒന്നും അല്ല. അങ്ങനെ ഭയങ്കര ആൾക്കാർ വാങ്ങിച്ചിട്ടൊന്നുമില്ല. വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ റിവ്യൂസ് കുറവായിട്ടുള്ള കുർത്ത സെറ്റ്സ് ആണ് കേട്ടോ. മീഷോയിൽ ഇങ്ങനെ കുർത്ത സെറ്റ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യാലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന കുറച്ച് കുർത്ത സെറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്ന ഫസ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു മെറൂൺ കളറിൽ വരുന്ന കുറച്ച് ലേസ് ഒക്കെ ഉള്ള കുർത്ത സെറ്റ് ആട്ടോ. സോ ഇതാണ് കുർത്ത സെറ്റ്. ഇതിൽ പറയുന്നത് നല്ലൊരു ഫ്ലോറൽ ആയിട്ടുള്ള ലേസാ വരുന്നത്. ആപ്പിൽ ഇമേജിൽ കൊടുത്തിരിക്കുന്ന അതേ കളറാണ്, ഒരു വ്യത്യാസമില്ല. ഈ ഫ്ലോറൽ ലേസ് എന്ന് പറയുന്നത് ഇത് താഴെ വരെ ഉണ്ട്. ഇതിന്റെ താഴത്തെ ഭാഗത്ത് വരുന്നത് വേറൊരു ലേസ് ആണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. ഇത് ഒരു എ-ലൈൻ കുർത്തയാണ്. മാത്രമല്ല ഇതിന്റെ ഫാബ്രിക് വരുന്നത് റയോൺ ഫാബ്രിക് ആണ്. ഫാബ്രിക് ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഒട്ടും തന്നെ നമ്മൾക്ക് ആ ചൂട് ഫീൽ ചെയ്യാത്ത ഫാബ്രിക് ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് S സൈസ് ആണ്. ഞാൻ പറയുന്ന എല്ലാ കുർത്ത സെറ്റിന്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ഈ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ആപ്പിലെ ഫോട്ടോയിൽ കാണുമ്പോൾ, അതായത് ആപ്പിൽ കൊടുത്തിരിക്കുന്ന ഇമേജിൽ കാണുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കയ്യിൽ കിട്ടുമ്പോഴും ഉണ്ടാവുക. ക്വാളിറ്റി ബേസിലായാലും എല്ലാം നല്ല ക്വാളിറ്റി ഒക്കെ തന്നെയാണ്. സ്റ്റിച്ചിങ് ആയാലും പെർഫെക്റ്റ് ആണ്. അപ്പൊ പാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ പാൻസ് ഒരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ട് വരുന്ന പാന്റ് ആണ്. അത്യാവശ്യം വിഡ്ത്തൊക്കെ ഉള്ള നല്ലൊരു പാന്റ് ആണ് കേട്ടോ. ഇതിന്റെ പാൻസിന്റെ അറ്റത്ത് ലേസ് വരുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള പാന്റ് തന്നെയാണ്. ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുമ്പോൾ 359 ആയിരുന്നു. ചിലപ്പോൾ പ്രൈസ് വേരിയേഷൻ ഇടയ്ക്കിടയ്ക്ക് വരും, കൂടാതെ കുറയാനും ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ ലേസ്ഡ് ആയിട്ടുള്ള കുർത്ത സെറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു കുർത്ത സെറ്റ് ആട്ടോ. സോ നെക്സ്റ്റ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു ബേൺഡ് ഓറഞ്ച്, അതായത് ലേസ്ഡ് ആയിട്ടുള്ള തന്നെയാണ്. ഒരു ബേൺഡ് ഓറഞ്ചില് വൈറ്റ് ലേസ് വരുന്ന കുർത്ത സെറ്റ് ആട്ടോ. ഇതാണ് കുർത്ത സെറ്റ്. ഇത് ഫാബ്രിക് ത്രൂ ഔട്ട് വരുന്ന ഒരു ലേസ് ആണ് ഈ ലേസ് എന്ന് പറയുന്നത്. പിന്നെ നെക്കിലും പിന്നെ നെക്കിന്റെ പാറ്റേണിൽ വരുന്ന ലേസ് ആണ് ഈ കുഞ്ഞു ചെറിയ വിടത്തിലുള്ള ലേസ് എന്ന് പറയുന്നത്. സ്ലിറ്റ് തൊട്ട് താഴെ വരെ ഈ ലേസ് വരുന്നുണ്ട്. ഈ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മെറ്റീരിയൽ എന്ന് പറയുന്നത്, അതായത് ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു റയോൺ ഫാബ്രിക് ആണ്. ആൻഡ് കട്ട് വരുന്നത് ഒരു എ-ലൈൻ കട്ടാണ്. ഇതിന്റെ പാൻസിന് പോക്കറ്റ് വരുന്നുണ്ട്, പക്ഷെ ടോപ്പിന് പോക്കറ്റ് വരുന്നില്ല. പാന്റിനാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ പോക്കറ്റ് ഉള്ളൂ. ഞാൻ ഇതിന്റെ സൈസ് വാങ്ങിച്ചിട്ടുള്ളത് എക്സ്ട്രാ സ്മോൾ ആണ് കേട്ടോ. ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ സ്മോളിന്റെ ഫിറ്റിംഗ് അല്ല, കുറച്ചൊന്ന് ലൂസ് ആയിട്ട് കിടക്കുന്ന ഫിറ്റിംഗ് ആണ്. ഇപ്പൊ നല്ല തിന്നായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അപ്പം ഞാൻ ഈ പിക്ചർ ശരിക്കും ഒന്ന് നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ ആക്ച്വലി അങ്ങനെ സ്ലാന്റഡ് തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് ഉണ്ട്. കാരണം എന്താ അറിയോ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൽ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്ന ലേസ് അല്ല ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോട്ടോയിൽ ഇവിടെ ലേസ് വരുന്നില്ല. ഈ ഒരു ലേസ് എന്ന് പറയുന്നത് ഈ ഒരു കോർണറിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇതിലെന്ന് പറയുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഫോൾട്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇമേജിൽ കൊടുത്ത പോലെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതുപോലെ വന്നില്ല. അതാണ് ആക്ച്വലി പ്രോബ്ലം വന്നത്. ഇടുമ്പോ നമുക്ക് ചെറിയൊരു ഇതുപോലെ തോന്നും, പക്ഷെ മൊത്തത്തില് ലുക്ക് കാണുമ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു കുർത്ത തന്നെയാണ്. ഫാബ്രിക് വൈസിൽ ഒരു ഡൗട്ടും ഇല്ല, അടിപൊളിയാണ്. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഫാബ്രിക് ആണ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് നല്ല ബേൺഡ് ഓറഞ്ച് ആണ്. ചിലപ്പോ എല്ലാവർക്കും ഈ കളർ ഇഷ്ടപ്പെടണം എന്നില്ല. എനിക്ക് കുഴപ്പമില്ല, ഈ കളർ കുഴപ്പമില്ല. കളർ ബാക്കിയൊന്നും കുഴപ്പമില്ല. എനിക്ക് ആ നെക്കിൽ മാത്രമാണ് ഒരു ചെറിയൊരു പ്രശ്നം തോന്നിയത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ ഇതിന്റെ പാന്റ് ഇലാസ്റ്റിക് വേസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു പാന്റ് ആണ്. ഒരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള ഒരു പാന്റ് ആണ് കേട്ടോ. ഇതിന്റെ പാന്റിന്റെ അറ്റത്തും ലേസ് വരുന്നുണ്ട്. ബേൺഡ് ഓറഞ്ചിൽ ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളർ ലേസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ ഉജാല വൈറ്റ് കണക്കത്തെ ലേസ് യൂസ് ചെയ്തപ്പോൾ എന്തോ ഒരു ചേരായ്മ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോ അല്ല, നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന തേർഡ് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളർ കുർത്ത സെറ്റ് ആണ്. പക്കാ ഗ്രീൻ അല്ല, ഒരു യെല്ലോയുടെ സൈഡിലേക്ക് പോകുന്ന ഒരു ഗ്രീൻ കളറാണ് ഇതിൻ്റെത്. ഒരു പ്ലെയിൻ കുർത്ത സെറ്റ് ആണ്. ഭയങ്കരമായിട്ടുള്ള പ്രിന്റോ ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇതിൽ പിൻ ടക്ക് വരുന്നുണ്ട്. അറിയാത്തവർക്കാണെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ പിൻ ടക്ക് എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് വരുന്നുണ്ട് പിൻ ടക്ക്.
വേറെ ഒന്നും വരുന്നില്ല, പക്ഷെ പിൻടക്കും ഈ സ്കാലപ്പ് ഡിസൈനും ആണ് വരുന്നത്. സ്ലീവിലും സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ആ സ്ലീവിലെ സ്കാലപ്പ് ഡിസൈൻ അത്ര ഒരു ഫിനിഷിംഗ് ഒന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഇതിന്റെ നെക്കിലും സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട്. നെക്കിലെ സ്കാലപ്പ് ഡിസൈനിങ്ങിനും ഫിനിഷിങ്ങിന് ചെറിയൊരു കുറവുണ്ടോ എന്ന് ഡൗട്ട്. കാരണം ക്യാൻവാസിൽ ചെയ്തതുകൊണ്ട് അതിന്റെ അവിടെ ഇങ്ങനെ റിങ്കിൾസ് ഫോം ആയിട്ടുണ്ട്. നടുവിൽ ആക്ച്വലി ഒരു വി ആയിരുന്നു വരേണ്ടത്, പക്ഷെ ഇതിങ്ങനെ അവിടെ ഒരു കുഞ്ഞു സ്കാലപ്പാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആ കുർത്തയുടെ ഏറ്റവും ബോട്ടം സൈഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഹൈ ലോ ആയിട്ട് വരുന്ന ഒരു കുർത്തയാണ്. ബാക്കിൽ കുറച്ച് ലോ ആയിട്ട് കിടക്കുന്നത്, ഫ്രണ്ടിൽ കുറച്ച് ലെങ്ത് കുറവ് ഉള്ളതായിട്ടുള്ള ഒരു കുർത്ത കേട്ടോ. ഫ്രണ്ടില് അതിന്റെ സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എസ് സൈസ് ആണ്. പാന്റ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് കട്ട് ആയിട്ടുള്ള കുറച്ചൊരു വിഡ്ത്തിൽ വരുന്ന ഒരു പാന്റ് ആണ്. ഇതിന്റെ അറ്റത്ത് സ്കാലപ്പ് ഡിസൈൻ ഒന്നും വരുന്നില്ല. ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു കോട്ടൺ ക്യാമ്പ്രിക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് കേട്ടോ. എന്താണ് ആ ഫാബ്രിക് വെച്ചാൽ കോട്ടൺ തന്നെയാണ്, പക്ഷെ ഒരു കുറച്ചൊരു ഷൈനി ഫിനിഷ് വരുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കുറച്ചൊരു ഷൈനി ആണ് അതിന്റെ സർഫേസ് എന്ന് പറയുന്നത്. പിക്ചറിൽ കൊടുത്ത പോലെ തന്നെയാണോ വന്നതെന്ന് ചോദിച്ചാൽ അതുപോലെ തന്നെയാണ് വന്നത്, എക്സെപ്റ്റ് ഫിറ്റിംഗ് നമ്മളെ പിക്ചറിൽ കൊടുത്ത പോലെ അല്ല കേട്ടോ. ഒരു മാതിരി ഭയങ്കര സ്ട്രെയിറ്റ് ആയി പോയി. ഈ ഒരു ഫിറ്റിംഗ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ആ ഒരു വേസ്റ്റിന്റെ സൈഡിൽ കുറച്ചൊന്ന് ഷേപ്പായി കിടക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. ഇങ്ങനത്തെ ഫിറ്റിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇത് ഞാൻ റിട്ടേൺ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. സോ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്ന നാലാമത്തെ കുർത്ത സെറ്റ്, അതായത് ഫോർത്ത് കുർത്ത സെറ്റ് എന്ന് പറയുന്നത് ഒരു പോൾഗ ഡോട്ട്സ് ആയിട്ടുള്ള പ്രിന്റ് വരുന്ന ഒരു കുർത്ത സെറ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ കുർത്ത സെറ്റ്. ഇത് ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊരു പഴഞ്ചനാണല്ലോ ഇതിന്റെ ഡിസൈൻ എന്ന് തോന്നും. എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലേസ് ആണ്. ഇന്ത്യയിൽ ഇത് കാണുമ്പോഴല്ല നല്ലൊരു ലേസ് ആണ് ഇത്. ഇത് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, ഒരു പഴഞ്ചനായിട്ട് ഫീൽ ചെയ്യൂ. പക്ഷെ വാങ്ങിച്ച് കയ്യിൽ കിട്ടിയപ്പോൾ മാത്രമല്ല അത് ഇട്ടുകൂടെ നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബെഡ്റൂം 281 റുപ്പീസ് ആണ് ഇതിനുള്ളത്. ഒരു കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ്, പക്ഷെ ഒട്ടും തന്നെ ചൂട് ഫീൽ ചെയ്യില്ലാത്ത ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ട്രാൻസ്പെറന്റ് ആണോ ചോദിച്ചാൽ ഇതിൽ ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ ഇത് കുറച്ച് ട്രാൻസ്പെറന്റ് ആട്ടോ. വൈറ്റിന്റെ താഴെ സാധാരണ നമ്മൾ ബീച്ച് കളർ ആയിട്ടുള്ള ഇന്നേഴ്സ് ആണല്ലോ ഇടാറ്, അപ്പൊ ഇതിന്റെ കൂടെ അങ്ങനെ തന്നെ ഇടണം. വേറെ ഏതെങ്കിലും കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇതില് കാണും. ഇതിന്റെ സൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്മോൾ സൈസ് ആണ്. എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റ് ആണ്, പക്ഷെ എന്നെക്കാളും തിന്നായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്യേണ്ടി വരും. ഇതിന്റെ പാന്റിൽ ലേസ് വരുന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് തന്നെയാണ് ഇങ്ങനെ മൊത്തത്തിൽ വരുന്നത്. ഇതിന്റെ പാന്റിനായാലും ടോപ്പിനായാലും പോക്കറ്റ് ഒന്നും വരുന്നില്ല. ഇതിന്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ് കേട്ടോ, പക്കാ വൈറ്റ് ആണ്, ഒരു ഓഫ് വൈറ്റ് ഒന്നും അല്ല. ബ്രൗൺ കേൾസിനായാലും നല്ല പോലെ ചേരുന്ന കുർത്ത സെറ്റ് ആണ്. സ്റ്റിച്ചിങ് ആയാലും അതിന്റെ ഫിറ്റിംഗ് ആയാലും എല്ലാം പെർഫെക്റ്റ് ആണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. മെറ്റീരിയൽ ആയാലും അങ്ങനെ തന്നെയാണ്. ഈ നാലെണ്ണത്തില് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്ന കുർത്ത സെറ്റ് ആട്ടോ. അപ്പൊ അത്രയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. ഈ 4 കുർത്ത സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഏതാ ഇഷ്ടപ്പെടാത്തെ എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ കമന്റ് ഇടുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് ചെയ്യണം, ഇന്ന വീഡിയോ ചെയ്യണം എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ മെല്ലെ ചെയ്യുന്നുണ്ട്. അത്രയാണ് എന്റെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കോമെന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൽ ആരെങ്കിലും കുർത്ത സെറ്റ് വാങ്ങിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. എന്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ that's all for today. Thank you for watching and bye.